ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജീസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം തുണയായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. രണ്ടുപേർക്കും ഒരേപോലെ അറ്റ് എ ടൈം വന്നിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വളരെ ഒരു വിഷമഘട്ടത്തിലൂടെ സഞ്ചരിച്ചിരുന്നൊരു സമയത്ത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വേണ്ടുന്നൊരു സമയത്ത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സപ്പോർട്ടീവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പരസ്പര സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിളായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയാം. ചില സമയത്ത് നിങ്ങളുടെ ഒരു എനർജീസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം അത്രയും ഒരു ഹൈ ലെവലിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അത്രയും ഒരു ലോ ലെവലിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു സ്റ്റെബിലിറ്റി ഇതിനകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇൻ ദ സെയിം വേ ഈ ഒരു വ്യക്തിക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം നിങ്ങൾക്കും അവരോട് സ്നേഹമുണ്ട്. പക്ഷേ ഈ ഒരു സ്നേഹമുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സിലോ വഴക്കുകളിലോ ഒന്നും ഈ ഒരു സ്നേഹം നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിഗണന ചിലപ്പോൾ കൊടുക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ രണ്ട് പേരുടെയും ദി ബെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും ദി വേസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനും, അതുപോലെ രണ്ട് പേരുടെയും ഏറ്റവും മോശമായിട്ടുള്ള ഒരു മുഖം എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യം വന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഒരു ലോ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് എപ്പോൾ വരെയാണ് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് പേരുടെയും ഏറ്റവും ബെസ്റ്റും വേസ്റ്റും നിങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരുടെയും അടുത്തപ്പോൾ നമ്മളുടെ ഒരു ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേസ് ചിലപ്പോൾ വേറെ സുഹൃത്തുക്കളുടെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെയോ എല്ലാം നിങ്ങൾ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇത്രയും മോശമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എവിടം വരെ താഴാൻ പറ്റും ആ ഒരു രീതിയിൽ അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ പറയുന്നത് പോലെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി എവിടെ പോയാലും ജീവിച്ചു പോകുന്നൊരു പേഴ്സണാണെന്നുള്ളത് പറയാം. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കരകയറാനായിട്ട് മിടുക്കനോ മിടുക്കിയോ ആണ്. അതായത് അവർ ചിലപ്പോൾ സംസാരിച്ച് നല്ല രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് പോകാനോ, മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് തന്നെ എങ്ങനെയെങ്കിലും കരകയറി വരാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഫിസിക്കലി എല്ലാം വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സംഭാഷണം അല്ലെങ്കിൽ സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് കൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് താല്പര്യം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഇവരെ ചിലപ്പോൾ കൂടുതൽ അടുത്തറിയുമ്പോഴായിരിക്കും ആദ്യം കണ്ട ആ ഒരു ഫേസ് അല്ല, ഇവർ മറ്റൊരു മുഖമുണ്ട് ഇവർക്ക് എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ അടുത്തറിയും തോറുമായിരിക്കും ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ മെയിലാണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊന്നും അത് കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇവർ വളരെ ഷോർട്ട് ടെമ്പറായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെ പൊസസീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു പൊസസീവ്നെസ്സിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫ്ലോട്ടിങ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, ഒന്ന് മറ്റുള്ളവർ എൻ്റർടൈൻ ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവരത് സമ്മതിച്ചു തരില്ല. അതേസമയം അവരുടെ ഒരു കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് നിങ്ങൾ ആരോടെങ്കിലും കൂടുതൽ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ദേഷ്യം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് നിങ്ങളാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു നേച്ചറാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് രണ്ടുപേരും ഒരുപാട് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ്, മെൻ്റൽ ഒരു ആഗണി എല്ലാം വന്ന് പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വിഷമഘട്ടത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോ കാരണം തന്നെയാണ്. പക്ഷെ നമുക്കിതൊരിക്കലും ഈ ഒരു എനർജീസ് ബാലൻസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുള്ള സന്ദർഭങ്ങളോ വളരെ കുറവായിരിക്കും. അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷം, പരിഗണന, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത്രത്തോളം കുറവാണ്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അത്രയും കുറവാണ്. പക്ഷേ എന്നാൽ ഇതിനകത്ത് നിന്ന് അനുഭവിച്ചിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതെല്ലാം അത്രയും കൂടുതലുമാണ്. അതാണ് ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരും നിങ്ങളെ സന്തോഷിപ്പിക്കാത്തതുപോലെ അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ആർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സന്തോഷിപ്പിച്ചതുപോലെ അത്രയും ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസണും അതാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ടൈം പീരീഡ് അത്രയും കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായെന്ന് പറഞ്ഞാലും, പേഴ്സണ് മാറ്റം വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിപിടി, ബഹളം, വഴക്കുകൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം എപ്പോഴും ആ ഒരു ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സന്തോഷത്തിൻ്റെ മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോരാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാവി എന്തായി തീരും എന്നുള്ള ഒരു ആങ്സൈറ്റി നല്ല രീതിയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഏറ്റവും ആദ്യകാലത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ അകാരണമായിട്ട് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടോ ഇപ്പോഴും എന്തിനാ ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ആങ്സൈറ്റി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ടൈമിലൊക്കെ അത്രയും സ്ട്രെസ്സിലേക്ക് പോയിട്ടുണ്ടാവാം. ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഭീതി നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ വിട്ട് കളയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ എനിക്കിത് തിരിച്ചു വേണം, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ഒരു പേഴ്സണെ വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരിക്കാം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു പ്രഷർ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തീരെ മനസ്സിലാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, ശരിയാവില്ല, എനിക്കിതിൽ നിന്ന് പുറത്ത് പോകണം എന്ന് നിങ്ങൾ പലപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ അടിത്തട്ടിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു പ്രഷർ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും പുറത്ത് കിടക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു ലൂപ്പ് പോലെ വീണ്ടും നിങ്ങൾ ഇതിനകത്ത് തന്നെ വന്ന് വീഴുന്നുണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയോ ഒക്കെ കംപ്ലീറ്റ്ലി വെറുക്കാനോ പുറത്ത് കിടക്കാനോ ഒക്കെ സാധിക്കാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പൊസസീവ് നേച്ചർ നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ അവരെ പോലെ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളും ഈ ഒരു പേഴ്സണിൽ ഒരുപാട് പൊസസീവ്നെസ് ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണ് പകരമായിട്ട് മറ്റാരെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ തമാശയ്ക്ക് പോലും മറ്റൊരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്.
അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു മറ്റൊരാളെ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത്. ഇവിടെ അതുപോലെ വേറെ ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റി ഉള്ളത്, നിങ്ങൾക്ക് രണ്ട് പേർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ വിചാരം ആ ഒരു പേഴ്സൺ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇതുപോലെ തന്നെ ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സണും അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് നിങ്ങളും അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രധാനമായിട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് നല്ല രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടാവാം. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിലുള്ള ഒരു സംശയം, ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു അവരുടെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു തേർഡ് പാർട്ടി മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാര്യം. കാരണം ഇവിടെ രണ്ട് വ്യക്തികളാണ്, തീർത്തും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ പൊരുത്തക്കേടുമുണ്ട്. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തികളല്ല, അല്ലെങ്കിൽ പരസ്പരം നിങ്ങളുടെ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെ ആ ഒരു മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു ലെവലാണ്, അല്ലെങ്കിൽ വേറൊരു വൈബ്രന്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കറൻലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള ആ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി ആ ഒരു പഴയ എനർജിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തിയല്ല നിങ്ങൾ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല, അത് നമ്മൾ തീർച്ചയായിട്ടും പറയാം. എന്തൊക്കെ പ്രശ്നങ്ങളോ അടിപിടി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി തുടരണ്ട, അല്ലെങ്കിൽ ഇത് കട്ട് ഓഫ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. പക്ഷെ അവരും അന്വേഷിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പഴയ വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂടുതൽ ക്ലാഷസ് ഇല്ലാതെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു സമയമാണ് അവരും അന്വേഷിക്കുന്നത്. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല, അന്ന് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു ബിഹേവിയറും ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും മനോഹരമായിട്ട് പോയത്. പിന്നീട് അവർക്ക് വന്ന ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാവമാറ്റം എന്താണെന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങളാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു പൊസസീവോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആദ്യകാലത്ത്. പിന്നീട് അത്രയും അത് സ്ട്രോങ് ആയി, നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായി. നമ്മൾ പറഞ്ഞതുപോലെ ഓൾവേസ് ഈ ഒരു പേഴ്സൺ കൂടെ ഉള്ളപ്പോൾ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താവും, അല്ലെങ്കിൽ എന്നെ ഒരുപാട് പറ്റിക്കുന്നുണ്ടോ, ഇത് എന്തെങ്കിലും അവസാനിച്ചു പോകും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് കാരണം ഒരുപാട് എന്താ പറയുക എടുത്തുചാട്ടങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം. അതായത് പല കാര്യങ്ങളിലും നിങ്ങളുടെ വേവ് ലെങ്ത് പല തരത്തിലാണെന്നുള്ളതാണ്. ഒരേ വേവ് ലെങ്ത് ഉള്ള പേഴ്സൺസ് ആണ് നിങ്ങളെന്ന് പറയാനായിട്ട് സാധിക്കില്ല. രണ്ടുപേരുടെയും ഒരു ചിന്താഗതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ജസ്റ്റിസ് ആയിട്ട് കാണുന്ന, നിങ്ങൾക്ക് വേണ്ടുന്ന ജസ്റ്റിസ് ആയിരിക്കില്ല ആ ഒരു പേഴ്സണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് ആണ് എനിക്ക് വേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന കാര്യം ആ ഒരു പേഴ്സണ് ചിലപ്പോൾ നീതിപൂർവമായിട്ട് തോന്നണമെന്നില്ല. ഇൻ ദ സെയിം വേ തിരിച്ചും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അന്തരം, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേവ് ലെങ്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്യൂട്ടി എന്തായിരുന്നു, അല്ലെങ്കിൽ എത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വന്ന ശേഷമായിരിക്കും. ചിലപ്പോൾ തേർഡ് പാർട്ടി ആദ്യമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ അത് പ്രകടമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എത്രയോ നല്ല നിമിഷങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിലനിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കാം ഇത് റെസണേറ്റ് ആവുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്, ഇതിനകത്തുള്ള സിറ്റുവേഷൻസ് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഭൂരിഭാഗം വ്യക്തികൾക്കും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ട് വന്നിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാർമിക് സോൾമേറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, നിങ്ങളുടെ രണ്ടുപേരും പരസ്പരം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ
കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ പരസ്പരം ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫ്രീ ആയിട്ട് രണ്ടു പേർക്കും വലിച്ചെറിഞ്ഞ് പോകാനായിട്ട് സാധിക്കാതെ നിങ്ങൾ ഇതിനകത്ത് തന്നെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളാണ് ഇതിനകത്ത് നിന്ന് കൂടുതൽ സഫറിങ്സ് അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൂടുതലും അവരെക്കാളും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്രീവിയസ് ലൈഫിൽ ഈ ഒരു പേഴ്സണാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് കർമ്മ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റേറ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുന്നതായിട്ട് നിങ്ങൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവാം. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാകുന്നു, പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹത്തിലേക്ക് പോകുന്നു. ആ ഒരു സ്നേഹം അധികം നാൾ നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് ചെയ്യുന്നില്ല, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നു, വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ അത് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, വീണ്ടും പ്രശ്നങ്ങൾ. ഈ പറഞ്ഞതുപോലെ അതൊരു റിപ്പീറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് പോലെ തന്നെ എവിടെയാണ് തുടങ്ങുന്നത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും അവിടെ തന്നെ ചെന്ന് അവസാനിക്കുന്നത് പോലെയുള്ള ഒരു പാറ്റേൺ. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുക എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു വലിയ ഗ്യാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു വലിയൊരു സെപ്പറേഷന് ശേഷം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വീണ്ടും അവരുടെ അടുത്ത് പോയി കൂടുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ഫീലിംഗ് ആയിരിക്കണം എന്നില്ല, അങ്ങനെയുള്ള ഒരു എക്സാക്ട്ലി സംഭവം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അത് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി വഴക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോയിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും ആ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നാളുകളായിട്ട് പിരിഞ്ഞിരിക്കേണ്ടി വരുന്നൊരവസ്ഥ, പരസ്പരം എന്താണ് നമ്മളുടെ വ്യക്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം എന്താണ് എന്ന് പോലും അറിയാതിരിക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു സഡൻ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോലെ. ചിലപ്പോൾ ഈ പൊട്ടിത്തെറികളൊക്കെ ഉള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇത് കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും എന്നിലേക്ക് തന്നെ വന്നോളൂ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും കോപ്പപ്പായി തീരും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ കുറച്ച് നാളെടുക്കുമ്പോഴായിരിക്കും അത് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അതിൻ്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൺ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളൊരവസ്ഥയായിരിക്കും. അത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നമ്മൾ തമ്മിൽ വഴക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെന്നുണ്ടെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ഒന്നും പറയാത്ത റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറുക എന്ന് പറയുന്നത് പോലെ എല്ലാം തകിടം മറിഞ്ഞ് പോകുന്ന രീതിയിൽ നിങ്ങൾ തള്ളിപ്പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീടായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ഡീപ്പ് വൂൺസ് നമുക്ക് തരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു ആഘാതം നമ്മളുടെ ലൈഫിനേറ്റ് രണ്ട് വ്യക്തികളായി മാറുക, അല്ലെങ്കിൽ അത്രയും നാൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ തീർത്തും നമുക്ക് അപരിചിതനോ അല്ലെങ്കിൽ അപരിചിതയോ ഒക്കെ ആയിട്ട് മാറുന്ന ആ ഒരു അവസ്ഥ, അതിനുശേഷമുള്ള ആ ഒരു നിങ്ങളുടെ റീയൂണിയനിലാണ് നമ്മൾ പറയുന്നത് പോലെ കുറച്ചെങ്കിലും നിങ്ങൾ ബാലൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുന്നവരിൽ ഇതിപ്പോൾ നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതാണ് ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് എങ്കിൽ പലരും പല സ്റ്റേജിലായിരിക്കാം. ചിലവർ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലവർ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ആയിട്ട് പോകുന്ന അവസ്ഥയായിരിക്കാം. ചിലവരുടെ ലൈഫിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റർ ചെയ്ത് അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ചില വ്യക്തികൾ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളും അനുഭവിച്ച് അതിലൂടെ എല്ലാം വന്ന് ഇപ്പോൾ ആ ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന അവസ്ഥയായിരിക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്യണം, എങ്ങനെ പുറത്ത് കിടക്കണം എന്നറിയാതിരിക്കുന്നവരുണ്ടാവാം. കുറച്ച് പേര് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റേജസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഒരു എനർജീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവാനുള്ള സാധ്യതയില്ല, എങ്കിലും ഇതിനകത്തുള്ള ആ ഒരു പാറ്റേണും എനർജീസും എല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു തീർത്തും അന്യരായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊരു ഭാവി ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ച് നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇതോടുകൂടി എൻ്റെ ആയോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം.
അപ്പോൾ ഇത് നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമില്ല. കാരണം എത്ര അകന്നു പോയി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ടായിട്ട് എത്ര നാളുകളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ലോങ് ഗ്യാപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്നത് രണ്ടു പേർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ രണ്ടു പേരുടെയും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പഴയതുപോലെയുള്ള ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആദിയോ കാര്യങ്ങളോ എല്ലാം മാറി വളരെ നമുക്ക് തന്നെ ഒരു ഹീലിങ്ങിലേക്ക് പോകുന്ന ഒരു മെൻറ്റാലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന ആ ഒരു ശാന്തത നമ്മളെല്ലാം യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് എന്താണെന്നുണ്ടെങ്കിലും വരട്ടെ, എല്ലാം ഇതുപോലെ വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ആ ഒരു സമയം, അപ്പം മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുക. ഇപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സെപ്പറേഷൻ ഉണ്ടാവുന്ന വീണ്ടും കൂടുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കാൻ തോന്നുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു നമ്മളുടെ എനർജിയാണ് അത് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് ഏറ്റവും കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഡിസ്ട്രക്ഷൻ പീരീഡ് അതെല്ലാം വളരെ സമൃദ്ധമായിട്ട് മുന്നോട്ട് പോയി എല്ലാ കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെല്ലും പതിരും എല്ലാം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ആ ഒരു ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ല, വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരു എനർജിയിലായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾ മറന്നിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്നേഹമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പിടിവാശി പിടിക്കുന്നില്ല. അതാണ് അത് തമ്മിലുള്ളൊരു വ്യത്യാസം. ആ ഒരു നിലയിൽ നിൽക്കുന്നവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആവുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ ഡിസ്ട്രക്ഷന് ശേഷം ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പഴയ വ്യക്തികളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ചില പിടിവാശികൾ, അല്ലെങ്കിൽ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ, എൻ്റെ ഇതായിട്ടുള്ള ചില പൊസസീവ്നെസ് ഇതെല്ലാം വേണ്ടിയില്ലായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പേഴ്സണ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടിയാണ് വീണ്ടും നിങ്ങളുടെ ഒരു റീയൂണിയൻ ഉണ്ടാവുക. ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സൈക്കിളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ വഴുതി പോയില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ആയിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജീസൊക്കെയാണ്, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ റെസനേഷൻ വരുന്നത് ഈ ഒരു അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിലൂടെ ഒരുപാട് നാളുകളായിട്ട് സഞ്ചരിച്ചു പോരുന്ന വ്യക്തികൾക്കാണ്. സെപ്പറേഷനിലാണെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ ആദ്യം പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ആ ഒരു ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നമുക്കിന്നിവിടെ കൂടുതലായിട്ടും ആ ഒരു റെസനേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഒരു കർമ്മയാണ്. നമ്മളത് വീട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീടി കഴിയാറായിരിക്കുന്ന ആൾക്കാരായിരിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.